ഇത് സിറ്റുവേഷൻ ഒരു അസസ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. ബേസിക്കലി നമ്മൾ ഈ സിറ്റുവേഷൻ ഉണ്ടായ ശേഷം കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 3 ലെവലിലായിരുന്നു ഇത് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയും നേരിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സുമായിട്ട് ചേർന്ന് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും അവരുടേതായ ഹെൽപ്പ് ഡെസ്ക് വെച്ചിരുന്നു. ഇത് കൂടാതെയാണ് നോർക്ക റൂട്ട്സ് ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കുകൾ ഫോം ചെയ്തിരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്തും അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരുന്നു. കാര്യം അവിടെ നെറ്റ്വർക്ക് വൈപ്പ് ഉണ്ടായിരുന്നു, റോഡ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബേസിക്കലി നമ്മൾ അവസാനം ഇന്നലെ രാത്രി ഏകദേശം ഒരു 3 മണിയോടെ കൂടിയൊക്കെ ആയിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തൊരു 17 യൂണിറ്റ് ഓഫ് ഇൻഫർമേഷനാണ്. അതെല്ലാം വന്നിരിക്കുന്നത് നോർക്ക റൂട്ട്സിൽ നിന്ന് വന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന കോൾസ് ഉണ്ട്, ചീഫ് സെക്രട്ടറിയുടെ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ കൊളേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 17 യൂണിറ്റ്സ് ഓഫ് ഇൻഫർമേഷനാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് നമ്മൾ ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിങ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ, കാര്യം ആ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. പക്ഷേ നമ്മളിത് നിരന്തരം നമ്മളുടെ ഡൽഹിയിലുള്ള നോർക്ക റൂട്ട്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫീസറുണ്ട് ഷാജിമോനാണ് ഡൽഹിയിൽ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളുടെ റെസിഡൻറ്റ് കമ്മീഷണർ സാറിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എംബസിയിലേക്ക് നേരിട്ട് വിവരങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു. സോ പിന്നീട് നമുക്ക് ഇവരെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളെടുത്ത വേറൊരു സ്ട്രാറ്റജി, ഇവരുടെ ലാസ്റ്റ് ലൊക്കേഷൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമം നടന്നിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്ത ഫാമിലി മെമ്പേഴ്സിനെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് തന്നെ വീണ്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് ഇവർക്ക് അവസാനം കിട്ടിയ വിവരങ്ങൾ, അതായത് ഇവരെ എപ്പോഴെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നെന്ന് പറയുകയോ ആ യാത്രാ വിവരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അവസാനം കിട്ടിയ അപ്ഡേറ്റ് കൂടി ഞങ്ങൾ കളക്ട് ചെയ്തു. സോ അത് വെച്ചിട്ട് അത് നമ്മളിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ആകുമ്പോഴേക്ക് ഏകദേശം ഇവർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ. സോ അത് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫൈനലായിട്ട് നമുക്ക് ഇവരുമായിട്ടൊരു കോൺടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് പൂർണ്ണ വിവരങ്ങളിലേക്ക് എത്താൻ പറ്റും. ഇപ്പം നമുക്ക് അതെ 53 പേരെയാണ് ഞങ്ങളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അതിനുശേഷം കോൾസ് വന്നിട്ടില്ല. എന്തോ മലയാളികളാണ് ഞാൻ പറഞ്ഞത്. ഈ മലയാളികൾ 53 എണ്ണത്തിൽ വരുന്നത് അഡൾട്ട്സ് ഉണ്ട്, കുട്ടികളും ഉണ്ട്. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സുരക്ഷിതരാണെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആണ്, അവർക്ക് വേറെ ഇഷ്യൂസ് ഉള്ളതായിട്ട് നിലവിൽ നമുക്കൊരു ഡയറക്റ്റ് കോൺടാക്ട് ഇതുവരെയും പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് എംബസി മുഖേനയൊക്കെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടൊരു കൺഫർമേഷൻ പറയാൻ പറ്റില്ലെങ്കിലും അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടിലില്ല. പിന്നെ അതുപോലെ ഈ 17 കോളുകൾക്കപ്പുറം വേറെ കോൾസ് ഒന്നും വരാത്തതുകൊണ്ട് ഇത് തന്നെ ഒരു നമ്പർ ആയിരിക്കും എന്നാണ് നമ്മളിപ്പം പ്രതീക്ഷിക്കുന്നത്. ഒരു കൂടുതൽ നമ്പറിലേക്ക് പോകില്ല നമ്മൾ വിചാരിക്കുന്നു. അതായത് വേറെ ഇവൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ഓൺലി തിങ് ഇവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസും അതല്ലെങ്കിൽ യാത്ര ചെയ്തൊരു മൊബിലിറ്റി ഇഷ്യൂ ആണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഇവർക്ക് വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അത് ആ ഒരു ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നമുക്ക് എംബസിയായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. കാര്യം നേരിട്ട് നമുക്ക് നോർക്ക റൂട്ട്സിന് ഗ്രൗണ്ടിലേക്ക് എത്താനുള്ളൊരു ഇതില്ല. എംബസി മുഖേനയായിരിക്കും എപ്പോഴും നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും നമ്മളുടെ റെസിഡൻറ്റ് കമ്മീഷണറുടെ ഓഫീസും എല്ലാം പൂർണ്ണമായിട്ട് അതിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നോർക്ക ഡൽഹി ഓഫീസും. സോ ആ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി ഇത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയവരുണ്ട് നേരത്തെ, പക്ഷേ അത് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളുള്ളവരാണ്. ഇപ്പം കാഞ്ഞങ്ങാട് നിന്നൊരു ഗ്രൂപ്പ് പോയതിനകത്ത് 36ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു സേഫ് സ്ഥലത്തായിട്ട് അവർ കോൺടാക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ കോട്ടയത്ത് നിന്ന് പോയൊരു 16 പേരുടെ ടീമുണ്ട്. അപ്പോൾ അവരൊന്നും ആ ഒരു ഇഷ്യൂവിൽ പെടാത്തതുകൊണ്ട് അവരോട് നേരിട്ട് സംസാരിക്കാൻ പറ്റി. പക്ഷേ ഈ 52 പേര് 53 പേരിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ എത്താനുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്? ബന്ധുക്കൾ കോൺടാക്ട് ചെയ്തിരുന്നു, പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ആ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സമയം കഴിയുമ്പോഴേക്കും ഒരു ക്ലാരിറ്റി കിട്ടിയേക്കും അതിനകത്ത്. എന്തായാലും നമ്മളുടെ ഗ്രൗണ്ടിലുള്ള ആൾക്കാർ അവിടെ എത്തി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നോർക്കയുടെ ഭാഗമായിട്ട് നേപ്പാളിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ കൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരാളുമായിട്ട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടെ പോയി ഈ കാര്യങ്ങൾ അറിയാനായിട്ട് ചില ലിമിറ്റേഷൻസ് അവിടെ ഗ്രൗണ്ടിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ശരിയാവുന്ന മുറയ്ക്ക് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയേക്കും. അല്ലല്ല, അത് സെപ്പറേറ്റ് ആണ്. എക്സാക്ട് ലൊക്കേഷൻ എനിക്കിപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ 53 പേരുടെ ലൊക്കേഷൻസ് നമുക്ക് ഇനിയിപ്പോൾ എംബസി മുഖേന അത് കൺഫേം ചെയ്ത് കിട്ടണം. നമുക്ക് അങ്ങനെ ഒരു വേഗമായിട്ട് ഇന്ന സ്ഥലത്താണെന്ന് പറയാൻ പറ്റുന്നത്.
പല രീതിയിലുണ്ട്. ഗ്രൂപ്പായിട്ട് പോയവരുണ്ട്, ഫാമിലി മെമ്പേഴ്സ് വെക്കേഷൻ പോലെ പോയവരുണ്ട്. ഈ കാഞ്ഞങ്ങാട് നിന്ന് പോയത് അതുപോലെ ഗ്രൂപ്പായിട്ട് പോയവരാണ്. സോ അങ്ങനെ പല മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എടുത്തവരുണ്ട്, പല പർപ്പസിന് പോയവരുണ്ട്. സോ ഇപ്പോൾ എക്സാക്ട്ലി ഇല്ല, നമ്മളതിൻ്റെ ശ്രമം നടത്തുന്നുണ്ട്. നമ്മളുടെ കയ്യിലുള്ള ഡാറ്റാബേസ് പലരും റിന്യൂവലൊന്നും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് നമുക്കൊരു എക്സാക്ട്ലി അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ്. അപ്പോൾ എന്തായാലും ഈ എഫേർട്സ് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ആസ് ഓഫ് നൗ നമുക്ക് വറിക്കുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്ത് തന്നെ ആയാലും എംബസിയിൽ നിന്നൊരു വിവരം കിട്ടുന്ന മുറയ്ക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി വിവരം ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാനിക് സിറ്റുവേഷൻ വേണ്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ചിട്ട്, ഇതുവരെ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഇതുവരെയും കേട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ആണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ 17 യൂണിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ പല സോഴ്സിൽ നിന്ന് വന്നതാണ്. അതിൽ നിന്നാണ് നമ്മൾ 53 പേരിലേക്ക് സീറോ ഡൗൺ ചെയ്തിട്ടുള്ളത്. പല ഡെസ്കിൽ നിന്ന് വന്നതാണ്. CMന്റെ അവിടെ നിന്ന് വന്നതുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ അവിടെ നിന്ന്, CS ഓഫീസിൽ വന്നതുകൊണ്ട്, നേരിട്ട് നോർക്ക റൂട്ട്സിൻ്റെ ഹെൽപ്പ് ഡെസ്കിലേക്ക് വന്ന കോൾസ് ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേഷൻ എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഈ 53ലേക്ക് എത്തിയിരിക്കുന്നത് ആസ് ഓഫ് നൗ. അവിടെ സിറ്റുവേഷൻ ഇതുപോലുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്തുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. മെയിൻലി അറിയാമല്ലോ, ഒരു സിസ്റ്റം കൊളാപ്സ് തന്നെ ഉണ്ട് പല സ്ഥലങ്ങളിൽ, ഈ ഹിറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ. അപ്പോൾ അതിനെ തുടർന്നുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അവിടുത്തെ സിസ്റ്റത്തിനുണ്ട്. എന്നാൽ മനസ്സിലാക്കുന്നത്, ഇൻ്റർനാഷണൽ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്, അവിടെ ഒരു ഗ്രൗണ്ടിൽ അവരുടെ മിലിറ്ററി തന്നെ ഡിപ്ലോയിഡ് ആയിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട്സ് റീച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം സിറ്റുവേഷൻ കൺട്രോളിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. സാധ്യത വളരെ കുറവാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് ഇതുവരെ വെച്ചിട്ട്. കാര്യം ഇന്നലെ വന്ന ലാസ്റ്റ് കോളിന് ശേഷം പിന്നെ നമുക്ക് വേറെ കോൾസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഓൾറെഡി ഇത്രയും സമയം ആയതുകൊണ്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഓൾറെഡി അവെയർ ആണ്, ആര് പോയിട്ടുണ്ട്, എങ്ങോട്ട് പോയിട്ടുണ്ട്, അതെല്ലാം ഷെയർഡ് ആണിപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 53 ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. പല സമയങ്ങളിലാണ്. അപ്പോൾ ലേറ്റസ്റ്റ് അങ്ങനെ നമ്മൾ പിൻ പോയിന്റ് ചെയ്തൊരു ചോദ്യം ചോദിച്ചില്ല. എല്ലാവരും അങ്ങനെ ഒരു ഡിസ്ട്രസ്സിലാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ എക്സാക്ട്ലി ചോദിച്ചില്ല. ഈ ഇൻസിഡൻറ്റ് തലേ ദിവസങ്ങളാണ് മിക്കവാറും, ആ സമയങ്ങളൊക്കെയാണ്. അപ്പോൾ പലരും ഇങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയാനായിട്ടും ഒക്കെ വിളിച്ചതാണ്. നോർമലി നമ്മൾ യാത്ര പോകുമ്പോൾ വിളിക്കുന്ന പോലുള്ള കോൾസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇവൻ്റ് അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഫർദറായിട്ട് ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നമുക്കിനി ഫർദറായിട്ട് എടുക്കണം. കാര്യം ഈ നിരന്തരം ഈ ഫാമിലി മെമ്പേഴ്സിനെ വിളിക്കുമ്പോഴൊക്കെ കോൾസ് നമുക്ക് കണക്ട് ആവാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ തവണയും ഓരോ മൊമെൻറ്റിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് അവരെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അവർ വോളണ്ടറി ആയിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി ഹെൽപ്പ് ഡെസ്കിലെ ഒരാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാം വന്ന കോൾസിൽ നിന്ന് ആ കോളുകൾ നമ്മൾ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്ത് അവരോട് ചോദിച്ച് ഇപ്പോൾ എത്ര പേര് പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം പലപ്പോഴും ഇവർ ക്യാരി ചെയ്ത ഡോക്യുമെൻറ്റ്സിനെ സംബന്ധിച്ച് ഫാമിലി മെമ്പേഴ്സിന് വലിയ ക്ലാരിറ്റി ഇല്ല. ആധാറാണോ, പാസ്പോർട്ട് കയ്യിലുണ്ടോ? ഇപ്പോൾ പാസ്പോർട്ട് വേണ്ടാത്തൊരു രാജ്യമാണ്. സോ അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ലൊക്കേഷൻ ഐഡൻറ്റിഫിക്കേഷൻ പോസിബിൾ അല്ല. സോ അവരെടുത്തിരിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. ചിലർക്ക് തരാൻ പറ്റുന്നുണ്ട്. പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഫോർമാറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വേണം. അത് നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ അടുത്ത ബന്ധുക്കളെയൊക്കെ ആവശ്യപ്പെട്ട് ആ വിവരങ്ങളും കൂടെ കളക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുമായിരിക്കും. അങ്ങനെ ഇല്ല. ആ ഒരു ഏജ് ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള വിവരങ്ങളാണ് ഇനി വരുന്ന ഫീൽഡുകൾ നമ്മൾ ഫിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ വിവരങ്ങളാണ് ഇനിയിപ്പോൾ അടുത്ത് എടുക്കാനുള്ളത്. കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ. പക്ഷെ നമുക്ക് വന്ന കോളുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മിസ്സായ ആൾക്കാരെ സംബന്ധിച്ച് വിവരങ്ങൾ ആവശ്യപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ അതും നമ്മൾ പാരലി നോക്കുന്നുണ്ട്. അതായത് കേരളത്തിലല്ലാതെ കേരളീയരല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മളുടെ ഹെൽപ്പ് ഡെസ്കിലേക്ക് ചോദിച്ചിരുന്നു. അപ്പോൾ അതും നമ്മൾ പാരലി നോക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അവർക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. ഈ ടൂർ പാക്കേജസിൽ പോയ ആൾക്കാരുടെ വിവരങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചും അവർക്കും ഈ പോയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡയറക്റ്റ് ഒരു കോൺടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മളിനി നെക്സ്റ്റ് ലെവലിൽ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നിരന്തരം ശ്രമിക്കുന്നുണ്ട്.
അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. സ്പെസിഫിക്കലി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് പോയതായിട്ടോ അങ്ങനെ കാണുന്നില്ല. നമുക്ക് അങ്ങനെ അത്രത്തോളം നമുക്കൊരു ഡെപ്തിൽ ചോദിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഇല്ല. നമ്മൾ പ്രൈമറിലി ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക, അവരുടെ ലൊക്കേഷൻ സ്പെസിഫിക് ആണോ എന്ന് അസർട്ടൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ലെവലിൽ ചെയ്തത്. ഇനിയിപ്പോൾ അതിനെ തുടർന്ന് എംബസി കളക്ട് ചെയ്ത് തരുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ ട്രാവൽ ഏജൻസി വഴി പോയ ആളുകളിലെ അതിൽ ഏതെങ്കിലും ടീമുകളുണ്ടോ? ഈ 53 ഗ്രൂപ്പായിട്ട് പോയവരുണ്ട് ഓബ്വിയസ്ലി. അപ്പോൾ അത് തീർത്ഥാടനത്തിന് പോയവരുണ്ട്. അതല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചൈന ടിബറ്റ് നേപ്പാൾ ബോർഡറിൽ കുറച്ച് ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ആണ് ഇതൊക്കെ. ട്രെക്കിങ്ങിനും ഒക്കെ ആയിട്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന സ്ഥലമാണ്, ഇന്ത്യക്കാർ ഫ്രീക്വൻ്റ് ചെയ്യുന്ന സ്ഥലമാണ്. സോ അതുകൊണ്ട് പല രീതിയിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് പോയവരാണ്. അപ്പോൾ അത് ഗ്രൂപ്പായിട്ട് പോയവരുമുണ്ട്, ചെറിയ ചെറിയ ഫാമിലി മെമ്പേഴ്സ് വെക്കേഷൻ പോയതും ഒക്കെ ഉണ്ട്. ഈ അപകടശേഷം ഈ കുടുംബാംഗങ്ങളെ ഇവർ വിളിച്ചതായിട്ടുള്ള അറിവുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അതിന് ശേഷമുള്ളത് നമ്മളിങ്ങനെ അത് നോക്കുന്നേ ഉള്ളൂ. കാര്യം വെച്ചാൽ അങ്ങനെ ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റിയോട് കൂടി വന്നിട്ടില്ല. അപ്പം ഫാമിലി മെമ്പേഴ്സിൽ തന്നെ പലരുടെ നമ്പേഴ്സിൽ വിളി വരുന്നതുകൊണ്ട് അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ അതൊന്ന് ഒന്നൊന്ന് അറേഞ്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ട് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിനി വെറുതെ ഒരു പാനിക് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് നമുക്കൊരു ക്ലാരിറ്റി കുറച്ചുകൂടി വേണം. മാത്രമല്ല ഇത് ഇന്ത്യക്ക് പുറത്ത് നടന്നൊരു ഇവൻ്റ് ആയതുകൊണ്ട് എംബസിക്കാണ് അതിനകത്തുള്ളൊരു കുറച്ചുകൂടി ഒരു പ്രാതിനിധ്യം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ എംബസിയിൽ നിന്ന് കിട്ടുന്ന കൺഫേംഡ് വിവരങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ വഴി ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അറിയാൻ നമ്മളൊരു ടൈം ഗ്യാപ്പിൽ അവർ വിളിക്കുന്നുണ്ട്. അതായത് ഇൻ്റർവെൽസിൽ ഫാമിലി മെമ്പേഴ്സിനെ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കോൾ വരുന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മളെ വിളിച്ചത് അറിയിക്കണമെന്ന്. സോ അവർ ആ ഒരു ഡിസ്ട്രസ്സിൽ ഇത് വിട്ടുപോയാലും നമ്മളുടെ ടീം അവരെ വിളിക്കും. അവരൊരു ഇൻ്റർവെല്ലിൽ വിളിച്ച് ആ വിവരങ്ങൾ എടുത്തിട്ട് നമ്മുടെ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഉള്ള ഷീറ്റിൽ അവർ ലാസ്റ്റ് ഷെയർ ചെയ്ത ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന ലൊക്കേഷൻ ഇന്ന സ്ഥലത്ത് നിന്ന് പോകുന്നതായിട്ട് പറയുന്നുണ്ട്. ചിലരുടെ കേസിൽ ഒരു ഐഡിയയും ഇല്ല. സോ ഇനിയിപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ച് ഓരോരുത്തരുടെയും കേസിൽ കിട്ടുന്ന പുതിയ ഇൻഫർമേഷൻ ഈ ഷീറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഒബ്വിയസ്ലി അത് അവിടെ എന്തെങ്കിലും ഒരു സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ആൾക്കാർ പോയിട്ടുണ്ടാവുന്നത്. അപ്പം പലരും പല മൂവ്മെൻറ്റിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ ഫാമിലി മെമ്പേഴ്സ് ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പം പലരും ട്രാവലിനിടയ്ക്കോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നെന്ന് മെസ്സേജ് ചെയ്തതോ പിന്നീട് അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുകയാണ്. അപ്പോൾ അതിന് ഒന്നുകൂടെ നമ്മളൊന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് ആ ഒരു ഫൈനൽ അവരെ ഒന്ന് എക്സാക്ട്ലി ലൊക്കേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു കോൺടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്താലേ ഇത് പറ്റുള്ളൂ ഒബ്വിയസ്ലി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. മോസ്റ്റ്ലി അങ്ങനെയുള്ളതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു അത്രയും ഡീറ്റെയിലേക്ക് നമ്മൾ പോയില്ല. ട്രാവൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന നമ്പറിലേക്ക് വിളിച്ച് കൂടുതലും ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും നമ്പേഴ്സാണ് ഷെയർ ചെയ്ത് കിട്ടിയത്. അപ്പോൾ അതിലേക്കാണ് കോൾസ് കൂടുതലും ചെയ്തത്. അപ്പോൾ നമുക്ക് അവരെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് ആദ്യത്തെ സ്റ്റേജിൽ കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. തീരെ മൈന്യൂട്ടിലേക്ക് പോയില്ല. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അങ്ങനെ എക്സാക്ട്ലി ഇല്ല. ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞ് ചിലത് കാണുന്നത്, ചില കുട്ടികളുണ്ട് +2, 3 എന്ന് പറഞ്ഞ് കിട്ടുന്ന വിവരങ്ങൾ. അപ്പം നമുക്ക് ആദ്യത്തെ തവണ കിട്ടുന്ന വിവരങ്ങൾ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഇത് ആരും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ചിലർ വളരെ ക്ലോസ് സർക്കിൾ ഇൻഫോം ചെയ്തിട്ട് പോകുന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിന് ഒന്നുകൂടെ നമ്മളിനി നമ്മുടെ ഷീറ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന മുറയ്ക്ക് ഇന്ന് വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ഒരു വിധം വിവരങ്ങൾ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, എല്ലാവരും സുരക്ഷിതരാണെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അല്ല, നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് നമുക്കിനി അടുത്ത ലെവൽ അതാണ്. അവരുടെ നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. കാഞ്ഞങ്ങാട് നിന്ന് പോയ ഗ്രൂപ്പാണത്. പെടാത്തതാണ്. അത് സെപ്പറേറ്റ് CM ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് ഒരു നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരാളുണ്ടായിരുന്നു, റിട്ടയർ ചെയ്ത ആൾ. അപ്പോൾ അദ്ദേഹമായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്താൽ അവർ ടോട്ടലി സേഫാണ്. കാര്യം അവർ വേറൊരു ലൊക്കേഷനിലാണ്. അപ്പോൾ മലയാളികളായതുകൊണ്ടാണ് ആ കോള് നേരത്തെ CM ഓഫീസിലേക്ക് വന്നത്. അപ്പോൾ അവരുമായിട്ട് ഡയറക്റ്റ് ഗ്രൂപ്പായിട്ട് കോൺടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അവർ ടോട്ടലി സേഫാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെയാണ് കോട്ടയത്ത് നിന്ന് പോയൊരു ടീം. അതും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ സുരക്ഷിതരാണെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. നമ്മളീ ഐഡൻറ്റിഫൈ ചെയ്യുന്ന 53 പേരെ സംബന്ധിച്ച് ഇന്ന് വൈകിട്ടോടുകൂടി ഒരു ക്ലാരിറ്റി വരും. നമുക്ക് അവരെല്ലാവരും സുരക്ഷിതരാണെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് യാത്രയ്ക്കോ അല്ലെങ്കിൽ ഫോൺ കണക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഭക്ഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എംബസി മുഖേന എത്രയും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്ത്
നമുക്ക് ഇവരെല്ലാവരെയും സുരക്ഷിതരായിട്ട് എത്തിക്കാം തന്നെയാണ് പ്രതീക്ഷ. ഈ 51 ഫോൺ നമ്പേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി എല്ലാവരുടെയും ഇല്ല, ചിലരുടേത് നമുക്കിപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ ഭൂരിഭാഗവും കിട്ടിയിട്ടുണ്ട്. ഒരു 80-85% ആൾക്കാരുടെയും കോൺടാക്ട് നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ അതിൻ്റെ ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ലെവലിലുള്ള ഏകോപനം സിംഗിൾ പോയിന്റ് ഉണ്ടോ എവിടെയാണ്? സിംഗിൾ പോയിന്റ് CS-ന്റെ ഓഫീസാണ്, ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ ഓഫീസാണ് മെയിൻലി ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. കാര്യം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു ചീഫ് സെക്രട്ടറിക്ക്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ടാസ്ക് ഫോഴ്സ് പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അവരാണ് നേരിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സുമായിട്ട് കാര്യങ്ങൾ നീക്കുന്നത്. അതോടൊപ്പം നമുക്ക് വിവരങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഒരു ടീം എഫേർട്ട് പോലെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇവരെല്ലാവരെയും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്.